എന്തുകൊണ്ട് അമേരിക്ക തൊട്ടടുത്തുള്ള ഒരു ലാറ്റിൻ അമേരിക്കൻ രാജ്യത്തിന് മേൽ ഇങ്ങനെയൊരു നീക്കം നടത്തുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം കൂടിയാണ്. എന്തായാലും ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ ഏറെയുണ്ട്. അവിടെ വെനസ്വേലയുടെ എണ്ണ സമ്പത്ത് അടക്കമുള്ള വലിയ സാധ്യതകൾ തേടുകയാണ് അമേരിക്ക. അഭിലാഷിലേക്ക് നമുക്ക് തിരികെ വരേണ്ടതുണ്ട്. എന്തായാലും നമുക്ക് പരിശോധിക്കേണ്ട ഒരു കാര്യം, എന്താണ് വെനസ്വേല എന്ന പരിശോധന കൂടിയാണ്. വെനസ്വേല രാജ്യം എപ്പോഴും ഒരു സാമ്രാജ്യവിരുദ്ധ പോരാട്ടത്തിൻ്റെ ശക്തി കേന്ദ്രമായിരുന്നു. ഹ്യൂഗോ ഷാവേസ് എന്ന ഒരു വലിയ പോരാളി നയിച്ച സാഹചര്യം, പതിറ്റാണ്ടുകളോളം അമേരിക്കയുടെ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിനെതിരെ അമേരിക്കൻ ഉപരോധത്തെ നേരിട്ട് കൊണ്ട് മുന്നോട്ട് പോവുകയായിരുന്നു. പക്ഷേ 2013 മുതൽ കാര്യങ്ങൾ തകിടം മറിഞ്ഞു പൂർണ്ണമായും എന്നതാണ് സാഹചര്യം. നമുക്ക് പരിശോധിക്കാം എന്താണ് വെനസ്വേല, വെനസ്വേല എന്ന രാജ്യത്തിൻ്റെ പ്രത്യേകത എന്നത് നമുക്ക് പരിശോധിക്കാം. എന്താണ് വെനസ്വേലയുടെ ഭൂമിശാസ്ത്രപരമായ അടയാളപ്പെടുത്തൽ എന്ന കാര്യം കൂടി ഇക്കാര്യത്തിൽ പ്രസക്തമാണ്. നോക്കൂ, അമേരിക്കയുടെ തൊട്ടടുത്തുള്ള ഒരു ലാറ്റിൻ അമേരിക്കൻ രാജ്യമാണ് വെനസ്വേല. വെനസ്വേല എന്ത് എന്ന പരിശോധനയിൽ ഏറ്റവും പ്രത്യേകതയായി വരേണ്ടത് അതിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ കൂടിയാണ്. കാരണം അമേരിക്ക എന്ന രാജ്യം തൊട്ടടുത്തുള്ള ഒരു അയൽ രാജ്യത്തിന് മേൽ ഇത്തരമൊരു നീക്കം നടത്തുമ്പോൾ അതിന് പിന്നിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി പതിയിരിക്കുന്നുണ്ട് എന്ന സൂചനകൾ കൂടിയാണ് ഈ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ നമുക്ക് പറയേണ്ടി വരുന്നത്. മറ്റൊരു കാരണം കൂടിയുണ്ട്, മറ്റൊന്നുമല്ല, പതിറ്റാണ്ടുകളായി അമേരിക്കയുടെ ശത്രുപക്ഷത്തുള്ള രാജ്യം കൂടിയാണ് വെനസ്വേല എന്ന പ്രത്യേകതകളുമുണ്ട്. അപ്പോൾ അമേരിക്ക എല്ലാ കാലത്തും എതിർത്തിരുന്ന രാജ്യമാണ് വെനസ്വേല. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, അമേരിക്കൻ സാമ്രാജ്യത്വത്തിനെതിരായ ഹ്യൂഗോ ഷാവേസിൻ്റെ പോരാട്ടം മുമ്പ് തന്നെ ലോകശ്രദ്ധ ആകർഷിച്ചതാണ്. അതായത് മുമ്പ് തന്നെ ഹ്യൂഗോ ഷാവേസ് അടക്കം നടത്തുന്ന ആ പോരാട്ടം ലോകശ്രദ്ധ ആരംഭിച്ചു എന്നതുകൂടിയുണ്ട് നമുക്ക് എടുത്തു പറയേണ്ട കാര്യം. മറ്റൊരു കാര്യം കൂടിയുണ്ട്, ലോകത്തെ ഏറ്റവും എണ്ണ നിക്ഷേപമുള്ള രാജ്യമാണ്, ലോകത്തിലെ ഏറ്റവും എണ്ണ നിക്ഷേപമുള്ള രാജ്യമാണ് ഈ വെനസ്വേല എന്ന പ്രത്യേകത കൂടിയുണ്ട്. നമുക്ക് തീർച്ചയായും അതുകൂടി പരാമർശിച്ച് പോകേണ്ടി വരും. മറ്റൊന്ന് നോക്കുക, 1976 വിദേശ എണ്ണ കമ്പനികളെ വെനസ്വേലയിൽ നിന്നും പുറത്താക്കപ്പെടുന്നു. അതൊരു പ്രധാനപ്പെട്ട നീക്കമായിരുന്നു. 1976 വിദേശ എണ്ണ കമ്പനികളെ പൂർണ്ണമായും വെനസ്വേലയിൽ നിന്നും പുറത്താക്കപ്പെടുന്നത്. ഈ തീരുമാനം യഥാർത്ഥത്തിൽ വലിയ തരത്തിലുള്ള സാമ്പത്തിക ശക്തികളെ വെനസ്വേലയുടെ എതിർപക്ഷത്തേക്ക് മാറ്റി എന്നൊരു കാര്യം കൂടി നമുക്ക് പറയേണ്ടി വരും. ഒപ്പം നിരന്തരം അമേരിക്കൻ ഉപരോധം നേരിട്ട രാജ്യമെന്ന പ്രത്യേകത കൂടി വെനസ്വേലയ്ക്കുണ്ട്. വെനസ്വേല എന്താണ്, വെനസ്വേലയുടെ പ്രത്യേകത എന്ന പരിശോധനയിൽ ഏറ്റവും പ്രധാനമായി വരുന്നതും ഇതുതന്നെയാണ്. എന്താണ് ഈ വെനസ്വേലയൻ പ്രത്യേകതകൾ, വെനസ്വേലയുടെ സാഹചര്യം എന്തെന്ന് കൂടി നോക്കാം. എനിക്കൊപ്പം വി ആർ കാർത്തിക് കൂടിയുണ്ട്. കാർത്തിക്, ഈ വെനസ്വേലയുടെ പ്രത്യേകത പറയുമ്പോൾ നമുക്കറിയാം, ഹ്യൂഗോ ഷാവേസും അവർ നയിക്കുന്ന സാമ്രാജ്യവിരുദ്ധ പോരാട്ടമൊക്കെ എപ്പോഴും വാർത്തകളിൽ നിറയാറുണ്ട്, അത് പലപ്പോഴും കണ്ടിട്ടുമുണ്ട്. വെനസ്വേല യഥാർത്ഥത്തിൽ ഇങ്ങനെയൊരു അട്ടിമറി, ഇത്തരമൊരു സൈനിക നീക്കം പ്രതീക്ഷിച്ചിരുന്നു, അതിൻ്റെ ഒരു പ്രത്യേകത ഉപയോഗിച്ചു. ദീർഘകാലമായി US-ഉമായി അവർ അസ്വാരസ്യങ്ങൾ തുടരുകയായിരുന്നു. ഡിസംബർ ഒടുവിൽ ഒരു ഘട്ടത്തിൽ നിക്കോളസ് മഡൂറോ തന്നെ പല ചർച്ചകൾക്കും സന്നദ്ധനായി. അതായത് നേരത്തെ പല കാര്യങ്ങളിലും US-നെയും ട്രംപിനെയും ശക്തമായി കടന്നാക്രമിച്ചിരുന്ന മഡൂറോ ഒരു ഘട്ടത്തിൽ എണ്ണയടക്കമുള്ള കാര്യങ്ങളിൽ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന ഒരു നിലപാടിലേക്ക് വരെ എത്തി. ഡിസംബർ അവസാനത്തോടു കൂടിയാണ് അത്തരത്തിൽ ഒരു പരാമർശമുണ്ട്. അതിന് തൊട്ടു പിന്നാലെയാണ് ഈ ആക്രമണം എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ്. അതായത് ദീർഘകാലമായി നിലനിന്നിരുന്ന അസ്വാരസ്യങ്ങൾ, ആ അസ്വാരസ്യങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ എത്തി. ആ ഘട്ടത്തിൽ അമേരിക്ക സുപ്രധാനമായ ഒരു നിലപാട് സ്വീകരിച്ചു. വളരെ ശക്തമായ ഒരു നടപടി വെനസ്വേലൻ പ്രസിഡന്റിനെതിരെ സ്വീകരിച്ചു എന്ന് വേണം വ്യാഖ്യാനിക്കാൻ. പക്ഷേ അതിലേക്കൊക്കെ എത്തുന്നതിന് മുൻപ് എന്തുകൊണ്ട് വെനസ്വേല എന്ന ചോദ്യത്തിനാണ് നമ്മൾ ശ്രദ്ധേയമായും ഉത്തരം എന്നതാണ് ഏറ്റവും പ്രധാനം. കാരണം ലോകത്തിൽ തന്നെ ഇത്രയേറെ സമ്പത്തും സാഹചര്യങ്ങളും ആവശ്യമായ സാഹചര്യങ്ങളും ഒക്കെ ഉള്ള രാജ്യം, പ്രത്യേകിച്ച് എണ്ണയുടെ കാര്യത്തിൽ, അത് ക്രൂഡ് ഓയിലിൻ്റെ കാര്യത്തിൽ ഇത്രയേറെ സാധ്യതകൾ ഉള്ള ഒരു രാജ്യം, അത് എന്തുകൊണ്ട് ഒരു നൂറ്റാണ്ടിനിടെ ഇങ്ങനെ ദരിദ്ര രാഷ്ട്രമായി ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് അവർ എത്തി എന്നതിൻ്റെ കാരണങ്ങൾ ഇഴകേറി പരിശോധിച്ചാൽ തന്നെ അത് വ്യക്തമാകും. ഒന്ന്, എന്തുകൊണ്ട് വെനസ്വേല എന്ന ചോദ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരം, ലോകത്തെ തന്നെ എണ്ണ സമ്പത്തിൻ്റെ 17% അത് വെനസ്വേലയിലാണ്. നമ്മൾ ഈ എണ്ണ ഉൽപ്പാദക രാജ്യങ്ങൾ, അതായത് മിഡിൽ ഈസ്റ്റിലെ വലിയ രാജ്യങ്ങൾ എടുത്താൽ പോലും വെനസ്വേലയുടെ അടുത്തേക്ക് പോലും അവരുടെ എണ്ണ ശേഖരം എത്തില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ലോകത്ത് ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ ശേഖരമുള്ളത് വെനസ്വേലയിലാണ്. 303 ബില്യൺ ബാരൽ ക്രൂഡ് ഓയിൽ ശേഖരമാണ് വെനസ്വേലയിൽ ഉള്ളത് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നമുക്കറിയാം, ലോകത്തെ പ്രധാനപ്പെട്ട എണ്ണ ഉൽപ്പാദക രാജ്യങ്ങളെക്കുറിച്ച് നമുക്കറിയാം. സൗദി അറേബ്യ, റഷ്യ, ഇറാൻ, ഇറാഖ് അടക്കമുള്ള രാജ്യങ്ങൾ. ഈ രാജ്യങ്ങളെല്ലാം വെനസ്വേലയ്ക്ക് പിന്നിലാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം. അതിൽ സൗദി അറേബ്യ $267 ബില്യൺ എണ്ണശേഖരം മാത്രം
മാത്രമാണ് സൗദി അറേബ്യയ്ക്കുള്ളത്. അത്തരത്തിൽ റഷ്യയ്ക്കും സമാനമാണ്. $80 ബില്യൺ താഴെയാണ്. ഇറാനാകട്ടെ $209 ബില്യൺ. അങ്ങനെ ഇത്തരത്തിൽ വെനസ്വേലയ്ക്ക് താഴെയാണ് ഈ രാജ്യങ്ങളിലെയൊക്കെ തന്നെ ക്രൂഡ് ഓയിൽ ശേഖരം എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ലോകത്ത് ഇന്ന് ഏറ്റവും ധനിക രാഷ്ട്രങ്ങൾ, ആ രാഷ്ട്രങ്ങൾ എന്തുകൊണ്ട് ഇത്രയേറെ ധനികമായി എന്ന് ചിന്തിച്ചാൽ അവരുടെ എണ്ണ ശേഖരവും അത് അവർ ഫലപ്രദമായി വിനിയോഗിച്ചതിലൂടെ തന്നെ, പ്രത്യേകിച്ച് ഖത്തറടക്കമുള്ള രാജ്യങ്ങൾ ഒരുപക്ഷെ കാലാന്തരം 20ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് ഇത്തരത്തിൽ വലിയ തോതിലുള്ള എണ്ണ സമ്പത്ത് വെനസ്വേലയിൽ ഉണ്ട് എന്ന് ശ്രദ്ധയിൽപ്പെട്ടത്, അത് കണ്ടെത്തിയത്. ആ ഘട്ടം മുതൽ ഇന്നോളം ഒരു കൃത്യമായ രീതിയിൽ രാഷ്ട്രീയക്കാരും അവിടുത്തെ രാഷ്ട്രത്തലവന്മാരും അതിനെ ഫലപ്രദമായി വിനിയോഗിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ലോകത്ത് തന്നെ ഏറ്റവും സമ്പന്നമായി രാജ്യമായി മാറേണ്ടിയിരുന്ന ഒരു വെനസ്വേലയാണ് ഇപ്പോൾ ഇത്തരത്തിൽ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും അതോടൊപ്പം തന്നെ ദാരിദ്ര്യത്തിലേക്കുമൊക്കെ കൂപ്പുകുത്തിയിരിക്കുന്നത്. ഇത്രയും എണ്ണ ശേഖരത്തിൽ തന്നെയാണ് ഈ അമേരിക്കയുടെ കണ്ണ് എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ്. ഈ കഴിഞ്ഞ ദിവസം മദുറോയെ തട്ടിക്കൊണ്ടുപോയ ശേഷം ഇനി വരും ദിവസങ്ങളിൽ അടക്കം അദ്ദേഹം ലഹരിക്കടത്ത് അടക്കമുള്ള കാര്യങ്ങളിലാണ് അദ്ദേഹത്തെ വിചാരണ ചെയ്യാൻ പോകുന്നത് എങ്കിൽ കൂടിയും അമേരിക്കയുടെ ആത്യന്തികമായ ലക്ഷ്യം അവരുടെ വെസ്റ്റേൺ ഹെമിസ്ഫിയറിൽ സ്വാധീനം ഉറപ്പിക്കുക, അതായത് ചുറ്റുപാടുമുള്ള ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ അവരുടെ ആധിപത്യം ഉറപ്പിക്കുക. അവിടെയുള്ള എണ്ണശേഖരം തന്നെയാണ് അതിന് കാരണം. അവിടെ ആധിപത്യം ഉറപ്പിച്ചുകൊണ്ട് വിദേശ ശക്തികൾ, പ്രത്യേകിച്ച് റഷ്യ, ചൈന അടക്കമുള്ള ശക്തികൾ ഇവരുമായി അടുക്കുന്നത് ഒഴിവാക്കുക. ഇത്തരത്തിൽ തന്ത്രപ്രധാനമായ പല ലക്ഷ്യങ്ങൾ കൂടിയുണ്ട്. ആ ലക്ഷ്യങ്ങളുടെയൊക്കെ കേന്ദ്രം ഈ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് വെനസ്വേല അടക്കമുള്ള രാജ്യങ്ങളിലെ ഈ എണ്ണ വിഭവം തന്നെയാണ് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. മറ്റൊന്ന്, മഡൂറോയെ അമേരിക്ക കൊട്ടാരത്തിൽ നിന്ന് റാഞ്ചിക്കൊണ്ട് പോകുന്നതിന് തൊട്ട് മുൻപ് ചൈനീസ് എൻവോയുമായി, അതായത് ചൈനീസ് പ്രതിനിധി സംഘത്തുമായി മഡൂറോ കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരുന്നു. ആ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ അദ്ദേഹം അവരുമായുള്ള ഫോട്ടോ പോസ്റ്റ് ചെയ്തു. അതിന് പിന്നാലെയാണ് ഈ തന്ത്രപ്രധാനമായ ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്ന രീതിയിൽ തന്നെ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ്.